ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ പുറവശത്ത് കുറച്ച് പാർക്ക് പോലത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ടെന്ന് ഞങ്ങൾ കേട്ടു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങുക കേട്ടോ. സൈക്കിൾ എടുത്തുകൊണ്ട് ഞങ്ങളോട് പതുക്കെ അങ്ങോട്ട് നടക്കുവാണ്. ഇപ്പോൾ സമയം ഇവിടെ 4 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് നടക്കുവാണേ. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ല ക്ലൈമറ്റുമാണ് കേട്ടോ. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അങ്ങനെ നടന്ന് കുറച്ച് മുമ്പോട്ട് കൊണ്ട് ചെന്നപ്പം നല്ല ലാവണ്ടറിൻ്റെ പൂവ് കേട്ടോ. ഇത് ലാവണ്ടറിൻ്റെ പൂവാണ്, നല്ല മണം കേട്ടോ ഇതിന്. അത് കുറേ നല്ല പൂക്കളൊക്കെ കണ്ട നല്ല പൂക്കളല്ലേ ഇത്. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയ ഗാർഡൻ കാണും, ഫ്രണ്ടിലോ ബാക്കിലോ ആയിട്ട്. ഇവിടെയുള്ള ഭൂരിഭാഗം വീടുകളുടെ ഫ്രണ്ടിലോ ബാക്കിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഗാർഡൻ കാണും. അവിടെ നിറച്ചും ഇതേപോലെ ചെടികളായിരിക്കും, കാണാൻ തന്നെ ഭംഗിയുണ്ട്. വിൻ്ററൊക്കെ ആകുമ്പോൾ ഇത് ഫുള്ള് പോകും, എന്നാലും പിന്നെ അവർ അടുത്ത വർഷത്തേക്കുള്ള വിൻ്റർ കഴിയുമ്പോഴത്തേക്കുള്ള ചെടികളൊക്കെ അവർ വീണ്ടും നട്ടുപിടിപ്പിച്ച് ഇതേപോലെ സെറ്റാക്കി വെക്കും. നല്ല അധ്വാനികളാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാർ. ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ ഒരു ഫാം ഹൗസ് ആണെന്ന് തോന്നുന്നു. കുറേ കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു. അങ്ങോട്ടാണ് ഇനി നമ്മൾ റൈറ്റിലോട്ടാണ്. യോടി നല്ല ഭംഗിയുണ്ട് ഇത്, കുഞ്ഞരുവി. ഇതിലെയോ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലിയർ വെള്ളം, ഒരു വേസ്റ്റോ ഒന്നും ഈ വെള്ളത്തിനകത്ത് ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തോട്ടിലൊക്കെ ആണെങ്കിൽ വേസ്റ്റും പേപ്പറും എല്ലാം ഇങ്ങനെ ഒഴുക്കി വിടത്തില്ല. പക്ഷെ അതിനകത്താണെങ്കിൽ ഒരു അഴുക്കും ഒന്നും ഇല്ല കേട്ടോ. നല്ല ക്ലിയർ തെളി വെള്ളം. ഷീന ചേച്ചി ഇങ്ങനെ താറി നിൽക്കുവാണ് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഞങ്ങൾ വഴിയും അറിയാതെ പോസ്റ്റായിട്ട് അവിടെ നിൽക്കുക. ആരെങ്കിലും കാണുവാണെങ്കിൽ ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഷീന ചേച്ചി ഇറങ്ങാനുള്ള പുറപ്പാടാണ്. കുറച്ച് നേരം അവിടെ നിന്ന്. ഇന്ന് നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തിട്ട് നാക്കൊക്കെ ആണെങ്കിൽ മരവിച്ച്. ഇപ്പം കണ്ടോണേ, ഷീന ചേച്ചി പാട്ടൊക്കെ പാടി പതുക്കെ ഇപ്പം തോട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്. ജോസ്മി ആണെങ്കിൽ ഇപ്പം വഴി തപ്പിയിട്ട് ഫ്രണ്ടിലോട്ട് പോകും. എന്തൊരു സുഖം ചേച്ചി. അടിപൊളി.
തണുപ്പ്. ഇറങ്ങണ്ടോ, ഞാൻ എടുത്തുതരാം. കാലൊക്കെ മരവിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല രസമാട്ടോ ആ വെള്ളത്തിൽ ഇറങ്ങിട്ട്. എന്ത് നല്ല തണുപ്പാ. അയ്യോ കാലൊക്കെ ആണെങ്കിൽ നീർന്ന പോലത്തെ തണുപ്പ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി, സൂപ്പർ. നല്ല തെളിഞ്ഞ വെള്ളാണ്. എന്ത് രസം നോക്കിയേ, നല്ല തെളിഞ്ഞ വെള്ളം, അടിപൊളി വെള്ളം കുടിക്കാൻ. മഴ ഒന്നും പയ്യൻ തോളിയായിരുന്നു. എന്റെ പൊന്നേ ഒക്കോ. അയ്യോ ഇതെന്തൊരു നല്ല സാധനം അറിയാം എൻ്റെ പൊന്നു മക്കളെ. അടിപൊളി. സൂപ്പറടി എൻ്റെ പൊന്നു മോനെ. ആ വെള്ളത്തിൻ്റെ പുള്ളി പറഞ്ഞാൽ പോകാൻ പറ്റുമെന്നാ പറഞ്ഞ പുള്ളി. എന്താ എനിക്ക് പാടാ ഫോട്ടോ. എൻ്റെ പൊന്നു മോനെ. അല്ലല്ല അടിപൊളി. അങ്ങോട്ടാണോടി? നേരെ പോവാം, നേരെ. അങ്ങനെ ഞങ്ങൾ നോക്കി കിടന്നപ്പോൾ ഒരു വല്യപ്പനെ അവിടെ കണ്ടു. അങ്ങേരോട് ചോദിച്ചു, hier weißt du den Weg zum Alpenrosenstraße? Alpenrosenstraße, wo sind die? Ach, da bist du dann auffahren. Hier oder? Durch hier? Hier geht's nichts mehr, Sackgasse. Dann auffahren und da oben links die Straße und dann die zweite, die zweite rechts, nein, da ist Alpenrosenstraße. Durch hier? Hier rauf, da geht's den Berg rauf und dann die Straße oben links. Danke. Und dann ഇനി കൂടുതൽ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ തടി കേടാവും അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലോട്ട് വിട്ടു കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തി. ക്ഷീണിച്ചേച്ചി എന്ന് വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞേ. പുതിയൊരു വീഡിയോയുമായി നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് കാണാം. Bye bye. ബൈ ബൈ.